സന്ദേശവിളക്കിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നമ്മൾ പരിചയപ്പെടുന്നത് അജയ് പി മങ്ങാടിൻ്റെ സൂസന്നയുടെ ഗ്രന്ഥപുര. അജയ് എഴുതിയ ആദ്യ നോവലാണിത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും 2 നോവൽ കൂടി എഴുതി, 3 കല്ലുകളും ദേഹവും. എന്നാൽ ഈ ആദ്യ നോവൽ പോലെ മറ്റ് 2 പുസ്തകങ്ങളും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഈ പുസ്തകത്തെക്കുറിച്ച് ധാരാളം വിവാദങ്ങൾ, ധാരാളം വിമർശനങ്ങൾ, അതിലേറെ ആസ്വാദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു കാരണം ഇതിൻ്റെ കഥാഘടന തന്നെയാണ്. ഉത്തരാധുനിക കഥാരീതി അവലംബിച്ചിരിക്കുന്നു എന്ന് ചില നിരൂപകർ ചൂണ്ടിക്കാട്ടുന്നു. കാരണം ഈ ഒരു പുസ്തകം, ഈ ഒരു നോവൽ സൂസന്ന എന്ന് പറയുന്ന ഉൾക്കരുത്തുള്ള ശക്തയായ ഒരു സ്ത്രീ കഥാപാത്രത്തെ മുൻനിർത്തിയായിരിക്കുമ്പോഴും ഈ നോവലിലുടനീളം ധാരാളം മറ്റ് കഥകളും മറ്റ് എഴുത്തുകാരും കടന്നു വരുന്നു. ഏതാണ്ട് 70ഓളം ലോക സാഹിത്യത്തിലെ എഴുത്തുകാർ ഈ നോവലിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ വളരെ കൃത്യമായി ഈ കഥാതന്തുവിനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ, ഒട്ടും മുഴച്ചു നിൽക്കാതെ ഈ കഥയുടെ ഭാഗമായി തന്നെ ചേർത്ത് നിർത്താൻ അജയിന് കഴിഞ്ഞു എന്നതിലാണ് അജയിൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കപ്പെടുന്നത്. ഇത് എങ്ങനെയാണ് എഴുതിയത്, എന്താണ് ഇതിൻ്റെ പിന്നിൽ ഉള്ള പ്രചോദനം എന്ന് അജയ് ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. അജയ് ഒരു പത്രപ്രവർത്തകനായതുകൊണ്ട് കൂടിയാകാം. ഒരു പത്രപരസ്യം, 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ 7ാം ചരമവാർഷികത്തിൽ അവളുടെ അച്ഛനും അമ്മയും നൽകിയ ഒരു പരസ്യം. ആ പരസ്യത്തിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, ആ ഫോട്ടോയിൽ കണ്ട പെൺകുട്ടിയുടെ കണ്ണുകൾ, അത് തന്നെ വല്ലാതെ വിഷാദമഗ്നനാക്കിയെന്ന് അജയ് പറയുന്നു. ഈ പുസ്തകം എഴുതാനുണ്ടായ കാരണം ആ ഫോട്ടോ ആണത്രേ. എന്നാൽ ഈ കഥയ്ക്ക് അത്തരമൊരു ഫോട്ടോയുമായോ അത്തരമൊരു വാർത്തയുമായോ യാതൊരു ബന്ധവുമില്ല. നമുക്കറിയാവുന്നതുപോലെ എഴുത്തുകാർ, സർഗധനരായ എഴുത്തുകാർക്ക് എന്തിൽ നിന്നും പ്രചോദനമുണ്ടാകാം. ഒരു പത്രപരസ്യമുണ്ടാക്കിയ പ്രചോദനം നമുക്ക് നൽകിയത് വളരെ മഹത്തായ ഒരു നോവലാണ്. ഈ നോവൽ വളരെയേറെ മലയാളത്തിൽ വായിക്കപ്പെടുകയും വിറ്റഴിക്കപ്പെടുകയും ചെയ്തു. ഏതാണ്ട് 30ഓളം എഡിഷനുകൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സൂസന്നയുടെ ഗ്രന്ഥപുര എന്നത് ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടോ ഒരു കഥയെ കേന്ദ്രീകരിച്ചുകൊണ്ടോ അല്ല. അതുകൊണ്ടാകാം അതിനൊരു ഉത്തരാധുനിക ഭാവമുണ്ട് എന്ന് പറയുന്നത്. അലി എന്ന ആഖ്യാതാവ്, പ്രൊട്ടഗോണിസ്റ്റ്, അലിയാണ് കഥ പറയുന്നത്. അലി പറയുന്ന കഥ നമ്മളോട് തന്നെയാണ്. കാരണം പലപ്പോഴും ഇതിൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ വായിക്കാറില്ലേ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ. അത് നമ്മൾ വായനക്കാരോട് നേരിട്ട് ആശയവിനിമയം നടത്തുകയാണ്. അലിയാണ് ഇതിലെ മുഖ്യ കഥാപാത്രം. അലിയും അഭിയും 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ. അഭിയുടെ അച്ഛൻ ഒരു ചെറുകിട എഴുത്തുകാരനായിരുന്നു. ജയനെക്കുറിച്ചും, ചലച്ചിത്ര നടൻ ജയൻ അമേരിക്കയിൽ എന്ന പുസ്തകം എഴുതിയ വ്യക്തിയായിട്ടാണ് അഭിയുടെ അച്ഛനെ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്കറിയാം, ഒരുപാട് ആരാധിച്ചിരുന്ന ജയൻ ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. എന്നാൽ ജയൻ മരിച്ചിട്ടില്ല എന്നും ജയൻ അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും ഒരു കഥ അന്ന് പരന്നിരുന്നു. അതിനെ ആസ്പദമാക്കി എഴുതിയ ഒരു കഥയാണ് ജയൻ അമേരിക്കയിൽ. അത് എഴുതിയ ആളാണ് അഭിയുടെ അച്ഛൻ എന്നത് അലിക്ക് വലിയ അത്ഭുതമുണ്ടാക്കിയ ഒന്നാണ്. അങ്ങനെ അഭിയുടെ അച്ഛനെ കാണാൻ പോകുന്നതും അലിയുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, വായനകൾ, ഇതൊക്കെ തന്നെ അതിലൂടെ ആ ഒരു തുടക്കം അവിടെയായിരുന്നു എന്നാണ് ഈ നോവലിൽ കാണുന്നത്. അവിടെ എത്തിയപ്പോഴാണ് നീലകണ്ഠൻ പരമാര, പഴയ തലമുറയ്ക്ക് പരിചയമുണ്ടാകാം ഈ പേര്, മലയാളത്തിലെ ആദ്യകാല കുറ്റാന്വേഷണ എഴുത്തുകാരിൽ ഒരാളാണ്. നീലകണ്ഠൻ പരമാരയുടെ ഒരു പുസ്തകം, അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല.
അതിൻ്റെ കയ്യെഴുത്ത് പ്രതി എവിടെയോ ഉണ്ട് എന്ന് അഭിയുടെ അച്ഛൻ പറയുകയാണ്. അതെങ്ങനെയെങ്കിലും വീണ്ടെടുക്കണമെന്ന ഒരു ചിന്ത ഈ യുവാക്കൾക്കുണ്ടാകുന്നു. അങ്ങനെ അലിയും അഭിയും പരമാരയുടെ പുസ്തകം അന്വേഷിച്ചിറങ്ങുകയാണ്. ആ പുസ്തകം യഥാർത്ഥത്തിൽ വിഷാദത്തെക്കുറിച്ചാണ്. അത് വിഷാദത്തിൻ്റെ ശരീരശാസ്ത്രം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അത് അന്വേഷിച്ച് അവരിറങ്ങി സൂസന്നയുടെ വീട്ടിലെത്തുകയാണ്. അത് മറയൂരിലാണ്. അജയ് പി മങ്ങാട് ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽകാരനാണ്. അതുകൊണ്ടാകാം കാന്തല്ലൂരും മറയൂരുമൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാന പശ്ചാത്തലം. കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിൽ രണ്ടെണ്ണമാണ് കാന്തല്ലൂരും മറയൂരും. ധാരാളം പച്ചപ്പുള്ള, ധാരാളം കൃഷിയുള്ള, ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ഠമായ പ്രദേശം. മറയൂരിൽ ആണ് സൂസന്ന താമസിക്കുന്നത്. അലിയും അഭിയും അവിടെ എത്തുന്നു. അവിടെ സൂസന്നയ്ക്ക് 5000 പുസ്തകങ്ങളുള്ളൊരു ഗ്രന്ഥപുരയുണ്ട്. അത് സൂസന്നയുടെ അച്ഛൻ്റെയാണ്. സൂസന്നയുടെ അച്ഛൻ ഒരു സഞ്ചാരിയായിരുന്നു, വായനക്കാരനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, പുസ്തകസ്നേഹിയായിരുന്നു, പ്രകൃതി സ്നേഹിയായിരുന്നു. ഒപ്പം ജീവിതം പൂർണ്ണമായും അരാജകവുമായിരുന്നു. അത്തരത്തിലുള്ള വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു സൂസന്നയുടെ അച്ഛൻ. അവിടെയാണ് ഇവർ എത്തിപ്പെടുന്നത്. ആ അച്ഛൻ്റെ ശേഖരം 5000-ഓളം പുസ്തകങ്ങൾ സൂസന്ന സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. സൂസന്ന ഉൾക്കരുത്തുള്ള ശക്തയായ ഒരു സ്ത്രീയാണ്. ആ സൂസന്ന ഇവരെ സ്വീകരിക്കുകയാണ്. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അലിക്ക് സൂസന്നയുമായി വളരെ ദൃഢമായൊരു ബന്ധം ഉണ്ടാകുന്നു. അവിടെ തുടങ്ങുന്ന യാത്രയാണ് ഈ പുസ്തകം ഉടനീളം. സൂസന്നയുടെ വീട്ടിൽ പരമാരയുടെ കയ്യെഴുത്ത് പ്രതി ഉണ്ടോ എന്ന് ചോദിക്കുകയും അത് നമുക്ക് നോക്കാം എന്ന ഉദാസീനമായ ഭാവത്തിൽ അത് അവസാനിക്കുകയും ചെയ്തു. പിന്നീട് 20ഓളം വർഷങ്ങൾ കടന്നുപോയി. ആ 20 വർഷത്തിനിടയിൽ അലിയുടെ ജീവിതം സൂസന്നയുമായി ബന്ധപ്പെട്ടവരുമായും പുസ്തകങ്ങളുമായും ഒക്കെ വല്ലാതെ കണ്ണി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ കഥ പറയുമ്പോൾ പൂർണ്ണമായും അജയ് ലോക സാഹിത്യത്തെ ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ്. അത് നെരൂദയുണ്ട്, സാർത്രുണ്ട്, ചെഖോവുണ്ട്, ഷേക്സ്പിയറുണ്ട് എന്ന് മാത്രമല്ല, മലയാളത്തിലെ വൈക്കം മുഹമ്മദ് ബഷീർ, പട്ടത്തുവിള, UP ജയരാജ് തുടങ്ങി മലയാളം എഴുത്തുകാരിൽ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് അജയിൻ്റെ വായനാ ലോകം തന്നെയാണ്. അജയ് പറയുന്നുണ്ട്, ഈ നോവൽ അജയൻ്റെ പുസ്തക സഞ്ചാരത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അജയ് ഒരു വലിയ വായനക്കാരനാണ്. അജയ് എഴുതിയ പുസ്തകങ്ങൾ, നോവൽ എഴുതുന്നതിന് മുൻപ് അജയ് എഴുതിയത് ദറീദയെക്കുറിച്ചും അംബേദ്കറിനെക്കുറിച്ചും ചോംസ്കിയെക്കുറിച്ചുമൊക്കെയാണ്. ഇവരെയൊക്കെ അറിഞ്ഞിട്ടുള്ള, ഇവരെയൊക്കെ വായിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അജയ് പരന്ന വായനയുടെയും പുസ്തകങ്ങളുടെ ലോകത്ത് ധാരാളമായി സമയം ചെലവഴിച്ചിട്ടുള്ള, ഏറ്റവും ഇഷ്ടപ്പെടുന്ന, പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന, വിജ്ഞാനം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന്. ആ വായനയുടെയൊക്കെ ബാക്കിപത്രമായിട്ടാണ് ഈ പുസ്തകം നിൽക്കുന്നത് എന്ന് മാത്രമല്ല, കാഫ്കയെക്കുറിച്ചോ നെരൂദയെക്കുറിച്ചോ സാർത്രിനെക്കുറിച്ചോ ഒക്കെ പറയുമ്പോൾ അവരുടെ പുസ്തകത്തിനെക്കുറിച്ചോ അവരുടെ കഥാപാത്രങ്ങളെക്കുറിച്ചോ മാത്രമല്ല, അവരുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച്. ഉദാഹരണത്തിന് നെരൂദ എനിക്ക് തോന്നുന്നു അജയനെ വല്ലാതെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും നെരൂദയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. യുവാക്കളെ ഉത്തേജിപ്പിച്ച, യുവാക്കളെ എന്നും ആവേശം കൊള്ളിക്കുന്ന ഒരാളായി നെരൂദയെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഇതിൽ പരാമർശമുണ്ട്, നെരൂദയേക്കാൾ മഹാനായ കവി ഒക്ടോവിയോ പാസാണ് എന്നൊരു പരാമർശമുണ്ട്. പക്ഷേ നെരൂദ ആണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നെരൂദയുടെ ജീവിതം, നെരൂദയുടെ അമ്മ നേരത്തെ മരിച്ചുപോയി, നെരൂദയുടെ അച്ഛൻ ഒരു റെയിൽവേ തൊഴിലാളിയായിരുന്നു. നെരൂദ പറയുന്നത് മനുഷ്യരുടെ കൈകൾ, വിരലടയാളങ്ങൾ ആണ് ഏതൊരു എഴുത്തിനും അടിസ്ഥാനമെന്നും. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ നെരൂദ, ഒരു വിപ്ലവകാരിയായ നെരൂദ തീർച്ചയായിട്ടും
അദ്ദേഹത്തിന് മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ നോവലിൽ, ഇതൊരു നോവലാണ്, ഇതൊരു വൈജ്ഞാനിക ഗ്രന്ഥമല്ലല്ലോ, പക്ഷെ ആ നോവലിൽ ഇത്തരത്തിൽ നെരൂദയെക്കുറിച്ചും കാഫ്കയെക്കുറിച്ചും ചെഖോവിനെക്കുറിച്ചും ഡോസ്റ്റോവസ്കിയെക്കുറിച്ചും ഷേക്സ്പിയറിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിലെ ചില സവിശേഷമായ ചില സന്ദർഭങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ നോവൽ കടന്നു പോകുന്നത്. ഏതാണ്ട് 70ഓളം ലോക സാഹിത്യ പ്രതിഭകളെ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ പഴയ തലമുറയിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, പുസ്തകങ്ങൾ വായിച്ചിരുന്ന പഴയ തലമുറയിൽപ്പെട്ടവർ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാകാം ഇതെല്ലാം. എന്നാൽ ഈ പുസ്തകം വായിച്ച പുതിയ തലമുറ ഒരുപക്ഷെ ഈ എഴുത്തുകാരെ ഒന്നും തന്നെ വേണ്ട രീതിയിൽ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ആ പുസ്തകങ്ങളെല്ലാം തേടി ചെന്ന് വായിപ്പിക്കാൻ അജയന് ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാകാം. ഈ നോവലിൽ സൂസന്നയുടെ ഗ്രന്ഥപുരയുടെ മുന്നിൽ നിൽക്കുമ്പോൾ, ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ, വലിയൊരു വായനാ ലോകം, നിരവധി കഥകൾ, നൂറുകണക്കിന് കഥകൾ, നൂറുകണക്കിന് എഴുത്തുകാർ നമ്മുടെ മുന്നിൽ നിരന്നു നിൽക്കുന്നതായി തോന്നും. അലിയും അഭിയും അവരുടെ അന്വേഷണം വളരെ കാലം തുടരുന്നു. സൂസന്നയുടെ സുഹൃത്തുക്കൾ, സൂസന്നയിലൂടെ പരിചയപ്പെട്ട നിരവധി പേർ. ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ സൂസന്നയുടെ മരണത്തിന് ശേഷമാണ്. സൂസന്നയുടെ സുഹൃത്തുക്കൾ ചേർന്ന് ഒരു അനുശോചന യോഗം നടത്തുന്നു എന്നതിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. ആ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് സൂസന്നയെ അറിയില്ല, സൂസന്നയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയില്ല, മറ്റൊന്നും അറിയില്ല. ഒടുവിൽ സൂസന്നയുടെ ജീവിതത്തിലൂടെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കടന്നുപോയി ഏറ്റവും അവസാനം എത്തുമ്പോഴാണ് സൂസന്ന മരിക്കുന്നതിന് മുൻപ്, ഏതാണ്ട് 20 വർഷം അപ്പോഴേക്കും കഴിഞ്ഞിരിക്കുന്നു, മരിക്കുന്നതിന് മുൻപ് എഴുതി വച്ചിരിക്കുകയാണ്, പരമാരയുടെ ആ കയ്യെഴുത്ത് പ്രതി നിനക്ക് തരുന്നു എന്ന് അലിയോട് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണിത് അവസാനിക്കുന്നത്. പക്ഷെ അതിനിടയിൽ നിരവധി കഥാപാത്രങ്ങൾ, ഇവരെല്ലാവരും തന്നെ പുസ്തക സ്നേഹികളാണ്, വായനക്കാരാണ്, വിവർത്തകരാണ്, എഴുത്തുകാരാണ്. ഇവരെല്ലാവരും പുസ്തകങ്ങളെക്കുറിച്ചാണ് പരസ്പരം കാണുമ്പോൾ സംസാരിക്കുന്നത്. അത് കാർമേഘമാകാം, അത് ചന്ദ്രനാകാം, അമുദയാകാം, ലക്ഷ്മിയാകാം, ഇങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ. അലിയുടെ തന്നെ ഒരു പ്രണയിനിയായി മാറുന്ന അമുദ, ആ അമുദയും ഫാത്തിമയും തമ്മിലുള്ള ബന്ധം, അമുദയും അലിയും തമ്മിലുള്ള ഗാഢമായ ബന്ധം, ഇവിടെയൊക്കെ ഏതൊക്കെയോ തരത്തിൽ എഴുത്തും വായനയും പുസ്തകങ്ങളും കടന്നു വരുന്നുണ്ട്, കവിതകളും കഥകളും കടന്നു വരുന്നുണ്ട്, എപ്പോഴെങ്കിലും ഒക്കെയെങ്കിലും സിനിമയും കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ ക്ലാസിക്കുകളുടേതായ നിരവധി, സിനിമയുടെയും സാഹിത്യത്തിലെയും ക്ലാസിക്കുകൾ, ഇതെല്ലാം തന്നെ കൃത്യമായി അജയ് ഈ കഥയുടെ ഉള്ളടക്കത്തിൽ ഒരു കോട്ടവും സംഭവിക്കാതെ, ആ ഉള്ളടക്കത്തിന്, ആ ഘടനയ്ക്ക് യാതൊരു തരത്തിലും വിള്ളലുകൾ വീഴ്ത്താതെ ഇതെല്ലാം ഇതിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നതാണ് വളരെ ഒരു വൈദഗ്ധ്യമാർന്ന ഒരു കഥാരചനാ രീതി അജയ് സ്വന്തമായി കണ്ടെത്തിയത്. ഒരുപക്ഷെ മലയാളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രചനാ രീതിയാണിത്. 1612 എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ അനാറ്റമി ഓഫ് മെലങ്കളി എന്ന് പറയുന്നത്, വിഷാദത്തിൻ്റെ ശരീരശാസ്ത്രം. അത് അന്ന് എഴുതുമ്പോൾ വലിയൊരു വിപ്ലവമായിട്ടാണ് ആ പുസ്തകം വന്നത്. കാരണം എങ്ങനെയാണ് വിഷാദം ഉണ്ടാകുന്നത്? ശരീരത്തിൽ, ഒരു മനുഷ്യ ശരീരത്തിൽ വിഷാദം എവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു? ആ വിഷാദം ചിലപ്പോഴെങ്കിലും ഉന്മാദമായി, ഭ്രാന്തായി മാറുന്നു. അപ്പോൾ ഈ ഭ്രാന്തും വിഷാദവും രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് എന്നതാണ് അന്ന് ഉണ്ടായ അന്വേഷണം. അതിൻ്റെ ചുവട് പിടിച്ചാണ് പരമാര ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആ പുസ്തകം അന്വേഷിച്ചാണ് ഇതിൽ മുഖ്യ കഥാപാത്രമായ അലി തൻ്റെ ജീവിതം, തൻ്റെ അന്വേഷണം നടത്തുന്നത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിന് ഒരു ദാർശനിക മാനം കൂടിയുണ്ട്.
അലി നടത്തുന്ന ഈ അന്വേഷണം യഥാർത്ഥത്തിൽ തൻ്റെ ആന്തരിക ലോകത്തിലെ ഒരു ആത്മാന്വേഷണമായി നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എല്ലാ മനുഷ്യരും പലപ്പോഴും ആൾക്കൂട്ടത്തിൽ തനിയെ തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും പലതരം സുഹൃത്തുക്കളുണ്ട്, പലതരം ബന്ധങ്ങളുണ്ട്, പലതരം കൂട്ടായ്മകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും മനുഷ്യരുടെ ഉള്ളിൽ എവിടെയോ അവർ തനിച്ചാണ്. ആ ഏകാന്തത ഉണ്ടാക്കുന്ന ഒരു വിഷാദമുണ്ട്. ആ വിഷാദമാണ് യഥാർത്ഥത്തിൽ അലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ നോവൽ അവസാനിക്കുമ്പോൾ അലി എന്ന മുഖ്യ കഥാപാത്രം ഒരു നോവൽ എഴുതി തീർക്കുകയാണ്. താൻ എഴുതണമെന്ന് ആഗ്രഹിച്ച, താൻ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്ന ഒരു കഥ എഴുതി തീർത്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈ ആത്മാന്വേഷണം തന്നെ ആയി നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വിഷാദം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയല്ല, പക്ഷേ അതൊരു രോഗത്തിലേക്ക് പോകാൻ പലപ്പോഴും സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യ ജന്മം നമ്മൾ കാണാറുണ്ട്. ആ മനുഷ്യജന്മം നമുക്കറിയാം, എല്ലാ ദാർശനികരും എപ്പോഴും അന്വേഷിച്ചിരുന്നത് അതുതന്നെയായിരുന്നു. ഒരുപക്ഷെ ദെറീദയും ചോംസ്കിയും സാർത്രുമൊക്കെ വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിനുള്ള ഒരു പ്രചോദനം എഴുത്തുകാരന് ലഭിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് വിഷാദത്തിൻ്റെ ശരീരശാസ്ത്രം എന്നത് സ്വന്തം ആത്മാന്വേഷണമായി മാറുകയും ആ അന്വേഷണം ഒരു സർഗരചനയായി മലയാളിക്ക് അജയ് തരികയും ചെയ്തത് എന്ന് വേണം നാം കരുതാൻ. അപ്പോൾ ഇതൊരു കഥ പറയുമ്പോൾ തന്നെ പലതരത്തിലുള്ള മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും പലതരത്തിലുള്ള വിചിത്രമായ ജീവിതങ്ങളെക്കുറിച്ചും പലപ്പോഴും മനുഷ്യർ അറിഞ്ഞോ അറിയാതെയോ ചെന്ന് വീഴുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ആ സാഹചര്യങ്ങൾ അവരെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്? ഇവർ ഓരോരുത്തർക്കും, ഓരോ വ്യക്തിക്കും, ഇതിൽ പറയുന്ന ഓരോ വ്യക്തിക്കും, അതിൽ ഇക്ബാൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്, അമുദ എന്ന് പറയുന്ന ഒരു പ്രണയിനിയായ പെൺകുട്ടിയുണ്ട്. അവളെ പെട്ടെന്ന് കാണാതെയാവുകയാണ്. അവൾക്ക് ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയോടും അലിയോടും, അലി എന്ന പുരുഷനോടും ഒരേപോലെ പ്രണയവും കാമവുമുള്ള ഒരാളാണ് അമുദ. അവളെ പെട്ടെന്നൊരു ദിവസം കാണാതെയാകുന്നു. അതുണ്ടാക്കുന്ന കഠിനമായ വ്യഥ അജയ് കൊണ്ട് നടക്കുകയാണ്. അതിനുശേഷം അജയ് വീണ്ടും ഈ പറയുന്ന വിഷാദത്തിൻ്റെ, കഠിനമായ ദുഃഖത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു. അതിൻ്റെ അന്ത്യമായിട്ടാണ് ഒരു രചന ഉണ്ടായി വരുന്നത്. ഇങ്ങനെ ഇതിലെ പല കഥാപാത്രങ്ങളും അവരെല്ലാവരും കവിതയും കഥയും ഇഷ്ടപ്പെടുകയും പുസ്തകങ്ങൾ വായിക്കുകയും പുസ്തകങ്ങൾ ചർച്ച ചെയ്യുകയും എഴുത്തുകാരെക്കുറിച്ച് പരസ്പരം സംസാരിക്കുകയും ചെയ്യുമ്പോഴും അവർ അതിനകത്തൊക്കെ തന്നെ വിഷാദം ഒരു നൂലായിട്ട്, അതിൻ്റെ ഉടനീളം നിൽക്കുന്ന ഒരു നൂല് പോലെ അതിൽ നിലനിൽക്കുകയാണ്. ആ വിഷാദത്തെക്കുറിച്ചുള്ള ഒരു ചിന്തകൾ, വിഷാദത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അതൊരു നോവലായി മാറുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ലോക ക്ലാസിക്കുകളെല്ലാം തന്നെ ഏതാണ്ട് ഇതേ രീതിയിലാണ് എന്ന് ഈ എഴുത്തുകാരെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മലയാളത്തിലെ ഒരു കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട ആനന്ദ് വരെയുള്ളവർ അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ആനന്ദ് എങ്ങനെയാണ് അലിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, എങ്ങനെയാണ് ആനന്ദ് എന്ന എഴുത്തുകാരൻ ആൾക്കൂട്ടം വായിച്ച്, അഭയാർത്ഥികൾ വായിച്ച് ആനന്ദിൻ്റെ ആരാധകനായി എങ്ങനെ മാറി. വളരെ മനോഹരമായിട്ടാണത് വിശദീകരിക്കുന്നത്. അജയ് ആനന്ദിനെക്കുറിച്ച് പറയുന്ന ഭാഗം ഒന്ന് വായിക്കാം. അന്നൊരു വെള്ളിയാഴ്ച, ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് ആൾക്കൂട്ടം വായന തുടങ്ങി. വിരസമായ വിവരണങ്ങൾ. എന്നാൽ ഏതാനും താളുകൾ കഴിഞ്ഞതോടെ ഗതി മാറി. ശനിയും ഞായറും തുടർച്ചയായി ആൾക്കൂട്ടം വായിച്ചു. തിങ്കളാഴ്ചയും വായന തുടർന്നതുകൊണ്ട് അന്ന് കോളേജിൽ പോയില്ല. തിങ്കളാഴ്ച പാതിരാത്രിയും പിന്നിട്ട് ഞാൻ അവസാന പേജുകൾ വായിച്ചു. പുസ്തകം മടക്കി വെച്ച് ഞാൻ ചുറ്റുപാടും നോക്കി. ഒരത്ഭുതം നടന്നതായി എനിക്ക് മനസ്സിലായി.
ഉള്ളിലെ ഉലച്ചിൽ ശക്തമായതോടെ ആ രാത്രി തന്നെ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകണമെന്ന് തോന്നി. താൻ വലിയൊരു നിർവൃതി അനുഭവിക്കുന്നു. അതേസമയം അത് തന്നെ ഉലയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓരോ എഴുത്തുകാരെയും ഇതിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് ആനന്ദിൻ്റെ കാര്യം മാത്രം. ഈ രീതിയിൽ ഏതാണ്ട് 60ഓളം എഴുത്തുകാരെ, താൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, താൻ ആസ്വദിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, ഈ ഓരോ പുസ്തകത്തെയും ആ എഴുത്തുകാരെയും ആ എഴുത്തുകാരുടെ ജീവിതത്തെയും ഇത്തരത്തിൽ ഒരു നോവലിനകത്തേക്ക് കൂട്ടിക്കലർത്താൻ കഴിയുക എന്നത് എളുപ്പം നടക്കുന്ന ഒന്നല്ല. അവിടെയാണ് അജയ് വിജയിച്ചിരിക്കുന്നത്. ചിലരെങ്കിലും ഇതൊരു പ്രിറ്റൻഷനാണ്, ഇതൊരു നാട്യമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ആ രീതിയിൽ നമുക്കിതിനെ കാണാൻ കഴിയില്ല. ഇതിൽ EP രാജഗോപാലൻ എന്ന പ്രശസ്തനായ നിരൂപകൻ പറയുന്നൊരു കാര്യമുണ്ട്. രസിച്ചു വായിക്കാനും വായിച്ചു രസിക്കാനും പറ്റുന്ന ഫിക്ഷനാണിത്. ആഴക്കുറവില്ലാത്ത സാരല്യം ഈ അതിപുസ്തകത്തെ വായനക്കാരൻ്റെ സ്നേഹദ്രവ്യമായി മാറ്റുന്നു. ഇതിനെ അതിപുസ്തകം എന്നാണ് EP രാജഗോപാലൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, മലയാള സാഹിത്യം വളരെയേറെ വികസിക്കുന്ന ഒരു കാലമാണ്. ആ വികാസം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളടക്കത്തിൽ മാത്രമല്ല, പുസ്തകത്തിൻ്റെ ശൈലിയിലും എഴുത്ത് ശൈലിയിലും. തീർച്ചയായും എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് അവർ നേരിടുന്നത്. തനിക്ക് എന്തെങ്കിലും പുതിയതായി പറയാനുണ്ടാകണം. ഇന്നത്തെ തലമുറ സാഹിത്യത്തിനോട്, ലോക സാഹിത്യത്തോടൊക്കെ വളരെ കൂടുതൽ ഒരു ക്ലിക്കിൽ അവരുടെ മുന്നിലേക്ക് ഇതെല്ലാം എത്തുന്ന കാലമാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരു നോവൽ എഴുതുമ്പോൾ എങ്ങനെയാണ് തനിക്ക് വ്യത്യസ്തനാകാൻ കഴിയുക, എങ്ങനെയാണ് പുതുമയാർന്ന ഒന്ന് വായനക്കാർക്ക് നൽകാൻ കഴിയുക എന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വെല്ലുവിളിയാണ്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ശൈലി, അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ഘടന, ഇതെല്ലാം നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇന്നത്തെ പുതിയ എഴുത്തുകാർ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ മാതൃകയാണ് അജയ് പി മങ്ങാടിൻ്റെ സൂസന്നയുടെ ഗ്രന്ഥപുര. ഒരിക്കലും തുറക്കാത്ത ഒരു ഗ്രന്ഥപുര, 5000 പുസ്തകങ്ങളടങ്ങിയ ഒരിക്കലും തുറന്നിട്ടില്ലാത്ത ആ ഗ്രന്ഥപുരയിലൂടെ നൂറുകണക്കിന് കഥകൾ നമുക്ക് പറഞ്ഞു തന്ന അജയ് പി മങ്ങാടിൻ്റെ പുതിയ പുസ്തകത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.